ഹലോ എവരിവൺ, വെൽക്കം ടു EasyBay അക്കാഡമി. EasyBay അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ SSC CGL അല്ലേ, CGL വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ കാണും, അതിന് വേണ്ടിയിട്ട് പഠനം നേരത്തെ തുടങ്ങിയവർ കാണും. പ്രിപ്പറേഷൻസ് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് പോകുന്നവർ കാണും. അപ്പം നമ്മുടെ മുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ കുറച്ച് മാസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ അതിനെ വളരെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ഇപ്പോൾ എത്രത്തോളം മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന CGL നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ അടുത്തിടെയാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഈ പറയുന്ന 21/5/2026 എന്ത് ചെയ്തു ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് വരുന്നു. 22/6/2026 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അതേപോലെ തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുമായിട്ടാണ് അല്ലെ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒന്നെങ്കിൽ ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ ഈ പറയുന്ന സെപ്റ്റംബർ ആദ്യം. ഓക്കെ, എങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന രീതിയിൽ ഒരു 10-75 ദിവസം എന്തായാലും കിട്ടും. ഓക്കെ, നമ്മൾ 75 ദിവസത്തെ പ്ലാൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, എന്തായാലും ഈ പറയുന്ന രീതിയിൽ ജൂണും ജൂലൈയും നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെ. പിന്നെ ഓഗസ്റ്റിനാണ് ചെറിയ സംശയം വരാൻ സാധ്യത. കാരണം ഓഗസ്റ്റ് ഏകദേശം മധ്യത്തോടു കൂടി തന്നെയാണോ, അതോ ഈ പറയുന്ന ഓഗസ്റ്റ് അവസാനമാണോ, ഈ സെപ്റ്റംബറിലാണോ ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ ഇരിക്കുക എന്നുള്ള ഒരു സംശയം മാത്രമേ നമുക്കുള്ളൂ അല്ലെ. അപ്പൊ എന്നിരുന്നാലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 75 ദിവസം നമുക്ക് എന്തായാലും കിട്ടും. ഇനി ബോണസായിട്ട് അധികം ദിവസം കിട്ടിയാലും നമുക്ക് എന്താണ്, അത് നല്ല കാര്യമാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ് വിട്ടുപോയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതുമായിട്ടുള്ള ആ ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നോക്കി പഠിക്കാൻ എന്ത് ചെയ്തിട്ടും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പിന്നെ ഒരു 10-15 ദിവസം കൂടെ അധികം നമുക്ക് കിട്ടും ബോണസായിട്ട്. പിന്നെ അങ്ങോട്ട് പോകുന്ന ദിവസം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം റിവിഷൻ കുറച്ചുകൂടെ ചെയ്യാനും കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനും എന്ത് ചെയ്യും സമയം കിട്ടും. അപ്പം വെറുതെ ഒരു സ്റ്റഡി പ്ലാൻ മാത്രം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. എന്തുകൊണ്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പഠിക്കുന്ന ഉദ്യോഗത്തെ സംബന്ധിച്ചോ അല്ലെ അവന് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും സക്സസിലേക്ക് എത്തിക്കത്തില്ല. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠനങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കയ്യിലുള്ള 75 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 90 ദിവസം ആയിക്കോട്ടെ, അത് വളരെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നവരെ ജയിച്ചിട്ടുള്ളൂ. ഓക്കെ, കാരണം ഇപ്പോൾ SSC CGL ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യത്യാസം സെക്ഷണൽ ടൈമുകളാണ്, സെക്ഷൻ ടൈമിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് അത്യാവശ്യം സമയം കിട്ടിക്കൊണ്ടിരുന്ന എക്സാമിനേഷൻ, അതായത് ഈ പറയുന്ന ജനറൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, GA ആയിക്കോട്ടെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇംഗ്ലീഷിനായിക്കോട്ടെ, എല്ലാം ഏകദേശം ഒറ്റ സമയം കിട്ടിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് ഇപ്പൊ എന്താണ്, ഇപ്പൊ സെക്ഷണൽ ടൈമിംഗിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഏകദേശം 15 മിനിറ്റോളം മാത്രമാണ് എന്ത് ചെയ്യുന്നത് എല്ലാത്തിനും കിട്ടുക. എല്ലാത്തിനും 15 മിനിറ്റേ ഉള്ളൂ. തൊട്ട് മുമ്പ് ഈ പറയുന്ന രീതി അത്യാവശ്യം സമയം എന്ത് ചെയ്യണം, QA കിട്ടുന്ന സമയം എടുത്ത് മാത്സിനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷിനെ കിട്ടുന്ന സമയം എടുത്ത് റീസണിങ്ങിനൊക്കെ കിട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല അല്ലെ. കിട്ടുന്ന 15 മിനിറ്റ് മാത്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന റീസണിങ്ങിനായിക്കോട്ടെ, GAക്ക് ആയിക്കോട്ടെ, ആ 15 മിനിറ്റ് അതിനകത്ത് തന്നെ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നത് കൂട്ടേണ്ടതായിട്ടുണ്ട്. പെർഫോമൻസ് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന ആക്യുറസിയും എഫിഷ്യൻസിയും കൂട്ടേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ഈ പറയുന്ന രീതിയിൽ എത്രത്തോളം ദിവസം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കാണുമല്ലോ അല്ലെ. ഏകദേശം നമ്മൾ ഏറ്റവും മിനിമം 75, മാക്സിമം വേണമെങ്കിൽ 90 എന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം അത് 1 മുതൽ 25 ദിവസം വരെയുള്ള, അതായത് ഇന്ന് മുതൽ ഏകദേശം 25 ദിവസം വരെ നിങ്ങൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം ഏകദേശം 6 മുതൽ 7 മണിക്കൂർ വരെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഏറ്റവും മിനിമം 6 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഏകദേശം 2.5 മണിക്കൂർ ഏകദേശം പറയുന്ന മാത്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഏകദേശം 1.5 മണിക്കൂർ റീസണിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ഏകദേശം 1.5 മണിക്കൂർ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ബാക്കി വരുന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന വീഡിയോസ് കണ്ടിട്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന നോട്ടിൽ എഴുതി എടുക്കാം അല്ലെ. ഇഷ്ടംപോലെ സൈറ്റുകൾ അവൈലബിൾ ആണ് ഓൾറെഡി കറണ്ട് അഫയേഴ്സിനൊക്കെ, GK കറണ്ട് അഫയേഴ്സിനൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന 1 മണിക്കൂർ ഞങ്ങൾക്ക് അങ്ങനെ മാറ്റി വെക്കാം. പിന്നെ 30 മിനിറ്റ്. പലപ്പോഴും ആളുകൾ ഇതിനെല്ലാം സമയം കൊടുത്ത് റിവിഷന് മാത്രം ആദ്യ കാലങ്ങളിൽ സമയം കൊടുക്കാറില്ല. അത് ചെയ്യരുത്, തെറ്റാണ്. 30 മിനിറ്റ് നിങ്ങൾ റിവിഷന് കൊടുക്കുക തന്നെ വേണം. 30 മിനിറ്റ് പഠിച്ച് 7 മണിക്കൂർ ആയിക്കോട്ടെ, 5 മണിക്കൂർ ആയിക്കോട്ടെ, 4 മണിക്കൂർ പഠിച്ചാലും 30 മിനിറ്റ് എങ്കിലും മിനിമം എന്ത് ചെയ്യണം, ഇപ്പൊ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, റിവിഷന് വേണ്ടി മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. കാരണം പഠിച്ചത് ഓർമ്മയുണ്ടോ, എന്തൊക്കെ തെറ്റിപ്പോയി, എന്തൊക്കെ ഇനി ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാകുന്ന റിവിഷനിലൂടെ മാത്രമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ മിമിക്കുകയും ഇത്രയും പഠിച്ചിട്ട് തന്നെ മനസ്സിലുണ്ട്, നീ റിവിഷൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സ് മാറ്റിയെടുക്കും. പക്ഷേ അത് പൊള്ളയായ വാക്കാണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ആണേ, അതുകൊണ്ട് 30 മിനിറ്റ് എന്തായാലും മാറ്റി വെക്കണം. ഇനി നിങ്ങൾ ഈ കിട്ടുന്ന 25 ദിവസങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷനിലാണ്. അതായത് പെർസെൻറ്റേജ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആ വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോലുള്ള വളരെ ബേസ്ഡ് ഉള്ള കാര്യങ്ങളുണ്ട്. അതായത് ഈ പെർസെൻറ്റേജും ടൈം, ഈ പറയുന്ന റേഷ്യോ പ്രൊപ്പോർഷൻസ് ഒക്കെ അത്യാവശ്യം പഠിച്ചു വരുന്ന ഒരാൾക്ക് അല്ലേ, ആവറേജ് ഒക്കെ പഠിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ച്
അവന് ബാക്കി വരുന്ന പ്രോബ്ലംസ് ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിലെ പ്രോബ്ലം ആയിക്കോട്ടെ, ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലം ആയിക്കോട്ടെ, അല്ലെ, അതെല്ലാം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്ത് മാറാൻ വേണ്ടി പറ്റും. ഇക്വേഷൻസ് സഹായമില്ലാതെ തന്നെ ലോജിക്കലി ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, ആദ്യം ബേസിൽ നിന്ന് എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി റീസണിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ അനലോളജി, ക്ലാസിഫിക്കേഷൻ, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ സെൻസ്, ഇതൊക്കെ ഈ ഡയറക്ഷൻ സെൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം അതിന്റെ ചെറിയൊരു പോർഷനേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള എല്ലാം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പിടികിട്ടാറുള്ളത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഡയറക്ഷൻസിനെയൊക്കെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുന്നതായിരിക്കും പഠിക്കാൻ എളുപ്പം. കാരണം അത്യാവശ്യം ലോജിക്കുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും. ബ്ലഡ് റിലേഷൻ ആയാലും അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ പറയുന്ന എഫ് ഈസ് ഫാദർ ഓഫ് എ, ബി ആൻഡ് സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കണക്ഷൻസ് ഉണ്ടാക്കി എടുക്കുന്നതിൽ ഒരു പാട് വരത്തുള്ളൂ. എന്നിരുന്നാലും പെട്ടെന്ന് കാര്യം കിട്ടിയാൽ എന്ത് ചെയ്യും, ഉത്തരം അവിടെ കിടക്കും എന്നുള്ളതാണ്. കോഡിംഗ്, ഡീകോഡിംഗ് ഇതേപോലെ തന്നെയാണ്. കോൺസെപ്റ്റ് വളരെ പെട്ടെന്ന് കിട്ടും, ചെയ്ത് വരുന്നതിലാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പം പൊതുവെ ചെയ്ത് പഠിക്കുന്നതിലാണ് റീസണിങ് കാര്യം ഇരിക്കുന്നത്. മാത്സിലും അതേപോലെ തന്നെയാണ്, ചെയ്ത് പഠിക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. കോൺസെപ്റ്റ്സ് ക്ലിയർ ആവണം എന്നുള്ളത് മാത്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആയാലേ ബാക്കിയുള്ളത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തിട്ട് ഈ പറയുന്ന ഇതിൽ ചോദ്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ആദ്യമേ ഗ്രാമറിന്റെ ബേസിക്സ് പഠിക്കുക. ഇഷ്ടംപോലെ സൈറ്റുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചതിന് ശേഷം ഗ്രാമറിന്റെ ബേസിക്സ് എന്ത് ചെയ്യുക, പഠിച്ച് മാറുക. ഓക്കെ, ഒരുപാട് ഈ പറയുന്ന രീതിയിൽ ഡീപ്പായിട്ട് പോകേണ്ട, ആദ്യം കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ആദ്യം ഈ പറയുന്ന സർഫസിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം പഠിച്ചു പോവുക. പാർട്സ് ഓഫ് സ്പീച്ച്, ഇറസ്പോർട്ടിങ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതൊക്കെ എന്ത് ചെയ്യും, വൊക്കാബുലറി എല്ലാ ദിവസവും പഠിക്കണം. ഓക്കെ, എല്ലാ ദിവസവും ഇപ്പോൾ വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. 10-30 മിനിറ്റെങ്കിലും എന്ത് വൊക്കാബുലറിക്ക് മാറ്റി വെക്കണം. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി ജി കെയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഷ്യൻ മിഡീവൽ മോഡേൺ ഹിസ്റ്ററിക്കകത്ത് കൂടുതലായിട്ടും വരാറുള്ളത് മിഡീവൽ ഹിസ്റ്ററിയും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം മുഗൾ, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ പല്ലവായ, ശതവാഹനാസ്, വഗതകാസ്, ചോളാസ്, പാണ്ഡ്യാസ്, പിന്നെന്താണ് മൗര്യന്, മൗര്യന്, അതേപോലെ തന്നെ ഗുപ്തന്മാരെ പറ്റിയൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ക്ലിയർ ചെയ്ത് പോവുക. ജോഗ്രഫിയിലൊക്കെ ബേസിക്സ്, പൊളിറ്റിയും ബേസിക്കലായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിക്കുക. പൊളിറ്റി ഒന്നും മാറ്റി വെക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിയും ജോഗ്രഫിയൊക്കെ. അത്യാവശ്യം പ്രധാനമായിട്ട് ഇപ്പോൾ സർവസ് ലെവലുള്ള NCERT പുസ്തകങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി NCERT പുസ്തകങ്ങളുടെയൊക്കെ അഭിപ്രായ രീതിയിൽ ക്രോഡീകരിച്ച ഭാഗങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ബേസ് ഓൾറെഡി ഉണ്ടാക്കി എടുത്തു. നിങ്ങൾ എന്താണ് അഡ്വാൻസിലേക്ക് കടക്കേണ്ട സമയമാണ്. ഇനിയുള്ള 26-50 ദിവസം എന്ന് പറയുന്നത്, 26 ദിവസം മുതൽ 50 ദിവസം വരെ. അപ്പൊ ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇവിടുത്തെ ലക്ഷ്യം. മറ്റേത് ബേസ് നിങ്ങൾക്ക് ഉറപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ഇവിടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം. ആക്യുറസി കൂട്ടുക. തൊട്ട് മുമ്പ് ഒരുപാട് ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി എനിക്ക് ചില പറയാം 1.5 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് എടുത്തുനിന്ന് വരും. അത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ അൽജീബ്ര, ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, അതേപോലെ തന്നെ ബാക്കി ഈ പറയുന്ന രീതിയിൽ സ്റ്റാറ്റിസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു മാറുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ഗുണം ചെയ്യും. റീസണിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ നോവംബർ റീസണിങ്, മിറർ വാട്ടർ ഇമേജസ് ഒക്കെ ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. ബാക്കി കോഡിങ് ഡീകോഡിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്തിലേക്ക് കടന്നാൽ മതി, പറയുന്ന മിറർ വാട്ടർ ഇമേജസിലേക്ക് കടക്കുന്നതായിരിക്കും ഉചിതം. പേപ്പർ ഫോൾഡിംഗ് ഒക്കെ അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു സംഭവമാണ്. പേപ്പർ ഫോൾഡിംഗ് ആലോചിച്ചെടുക്കേണ്ട സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് തല അവിടെ പോയിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾ ഇച്ചിരിയും കൂടെ പരിചയമായി കഴിയും, റീസണിങ്ങിനോട് പരിചയമായി കഴിയും, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റി വെൻ ഡയഗ്രം ഒക്കെ ആകുമ്പോൾ. ഇനി ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ക്ലോസ് ടെസ്റ്റുകളുണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ. ഈ ഗ്രാമർ പഠിച്ചോട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കത്തും. വൊക്കാബുലറി പഠിച്ചു മാറുന്ന സമയങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ 1-2 ഇടിയൊക്കെ എന്ത് ചെയ്യാൻ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇഡിയം ഫ്രേസസ് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഗ്രാമർ പഠിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗത്തെ നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ് ലക്ഷ്യം കാണുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇനി ജി കെയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഈ പറയുന്ന മിഡീവൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ജി കെയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഭാരം കുറഞ്ഞു കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സയൻസിലേക്ക്, എക്കണോമിക്സ്, എന്തായാലും ചോദ്യം വരുന്ന മേഖലയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് സ്കീം മസ്റ്റ് ആണ് അല്ലെ, ഇഷ്ടംപോലെ ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. പ്രധാനമായിട്ട് 2-2.5 വർഷത്തെങ്കിലും ഗവൺമെന്റ് സ്കീംസ് എന്ത് പഠിച്ചു വെക്കുക. അതിലും പുറമോട്ടൊക്കെ ചോദ്യങ്ങൾ വന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് SSCയുടെ പരീക്ഷകളില്ല. കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആണ്. ആളുകളായിട്ട് കറക്കുന്നതും നമ്മുടെ സമയം കൊണ്ടേ കളയുന്നതും ഇവിടെയാണ്. പൊതുവെ അതുകൊണ്ടാണ് ഈ സമയം എടുത്ത് എന്ത് ചെയ്യുന്നത്, എല്ലാവരും മാത്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇവിടെ എന്താണ്, ഞാൻ കളി നടക്കത്തില്ല. കറണ്ട് അഫയേഴ്സിന് കിട്ടിയ സമയം കറണ്ട് അഫയേഴ്സിന് തന്നെ നേടിയെടുക്കുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന മാത്സ് ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് തന്നെ ആ പോകുന്ന മാർഗ്ഗം എല്ലാം എവിടെ സ്കോർ ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന ജി കെയിൽ സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് എന്തായാലും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി ഈ സ്പേസിലേക്ക് കടക്കുന്ന ഒരു ഉദ്യോഗത്തെ സംബന്ധിച്ച് റിവിഷൻ അല്ല ചെയ്യേണ്ടത്, റിവിഷനേക്കാൾ കൂടുതൽ റിവിഷൻ ചെയ്യണതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ ദിവസവും ഒരു സെക്ഷണൽ മോക്കെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഒരു സെക്ഷണൽ മോക്കൽ ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങണം. പിന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും.
ഇനി മൂന്നാമത്തെ ദിവസത്തേക്ക് കടക്കുകയാണ് 51 മുതൽ 75 ദിവസങ്ങളുടെ സമയം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാൽ സ്കോർ മാക്സിമം എത്രത്തോളം കൂട്ടാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം കൂട്ടുക. ഈ പറഞ്ഞ UPSCയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ ബൾക്കാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ആ സമയം കൊണ്ടൊന്നും തീരത്തില്ല. ഈ പറഞ്ഞ രീതിയിൽ ചില ലക്ഷ്മികാന്തിന്റെ വലിയ പൊളിറ്റി പുസ്തകം എടുത്ത ശേഷം കണ്ടിച്ച് മുറിച്ച് വെച്ച് പഠിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നല്ല പുസ്തകമാണ്, സൂപ്പറാണ്, പഠിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന 3 മാസം കൊണ്ട് ഈ പൊളിറ്റി മാത്രം പഠിച്ചു തീർക്കണോ എന്നുള്ളതാണോ നിങ്ങളുടെ ലക്ഷ്യം, അതോ ഇത് ക്രാക്ക് ചെയ്യേണ്ടതാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ കിട്ടുന്ന എന്ത് സാധനമാണോ പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൾറെഡി നോട്ടുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിനകത്തൊന്നും പ്രധാനമായിട്ട് ഈ അടുത്തിടെ കണ്ടുള്ള ട്രെൻഡ് ഏതാണെന്നുള്ള മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യുക, അതിനകത്ത് കുറച്ച് സ്ട്രെസ് ചെയ്യുക. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ നോക്കുന്നത് നന്നായിരിക്കുന്നതായിരിക്കും ഞാൻ പറയാം. ഇനി അവസാന സമയത്തോടെ അവിടെ കടുക്കുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുക, അനാലിസിസ്, വീക്ക് ടോപ്പിക്കുകൾ മനസ്സിലാക്കി അതിന് സമയം കൊടുക്കുക, കറണ്ട് അഫയേഴ്സ് സമയം കൊടുക്കുക. ലാസ്റ്റ് 10 days എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട, റിവിഷൻ കിട്ടും. 2 ഫുൾ മോക്ക് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഫോമുല ഒന്ന് റിവൈസ് ചെയ്യുക, ഫോമുല പഠിച്ചു വെച്ച് മാറ്റി വെക്കുക, ഫോമുല റിവൈസ് ചെയ്യുക, വൊക്കാബുലറി റിവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ അതും മറന്നു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി വീക്കിലി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ മാത്സിൽ ഏകദേശം 10, 300, 400 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ ഒരു ആഴ്ചയിൽ ചെയ്ത് തീർത്തുന്ന ഉറപ്പ് വരുത്തുക. റീസണിങ്ങിൽ 10, 300 ചോദ്യം, കാരണം ഇഷ്ടംപോലെ ചോദ്യം അവൈലബിൾ, 10,500 ചോദ്യങ്ങൾ എന്തായാലും കിട്ടും. 10,200 ചോദ്യങ്ങൾ അതിൽ ഏറ്റവും മിനിമം ചെയ്യുക. GK ഈ പറയുന്ന 3 സബ്ജക്റ്റ് എങ്കിലും ഒരു ദിവസം റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫുൾ മോക്ക് ടെസ്റ്റ് 3-4 എണ്ണം ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇഷ്ടംപോലെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസ കൊടുത്ത് ഫുൾ മോക്ക് ടെസ്റ്റ് കിട്ടുന്നതാണ്. അതും എന്ത് ചെയ്യുക, ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. സ്കോർ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ റീസണിംഗിൽ ഈ പറയുന്ന രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾ, റീസണിങ്ങിന് മാത്സ് ഇംഗ്ലീഷിനൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നിങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലേ, നിങ്ങൾ ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരെണ്ണത്തിന് 2 മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന 10-40 മാർക്കെങ്കിൽ ഏറ്റവും മിനിമം മേടിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, വളരെ സെക്യൂർ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പാസ് ആവാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. GK-ലൊന്നും അത്ര 40, 50 മേടിക്കാൻ വേണ്ടി പറ്റുന്ന വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ എവിടെ സ്കോർ ചെയ്യുക, ഈ പറയുന്ന ഇതിൽ മാത്സിൽ മറ്റേ സ്കോർ ചെയ്യണമെങ്കിൽ പ്രിസിഷൻ ആക്യുറസിയും കൂട്ടണം. ഇനി സ്റ്റഡി പ്ലാൻ മാത്രം ഉണ്ടായാൽ പോരാ, പഠിക്കുകയും വേണം. പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു മോട്ടിവേഷൻ ഉള്ളിൽ നിന്നുണ്ടാവണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ സോഴ്സുകളാണ് എടുത്ത് പഠിക്കേണ്ടതെന്ന് സംശയമുള്ളവരാണെങ്കിൽ നമ്മൾ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് നമ്മുടെ AZB അക്കാഡമി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ ബാച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എനിക്ക് മറ്റും കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് പറയുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ച് എന്ത് ചെയ്യാൻ മാറാൻ വേണ്ടി പറ്റും. ഞാൻ പറയുന്ന ഒന്നുകൂടെ കാര്യം ശ്രദ്ധിക്കുക, വെറുതെ സ്റ്റഡി പ്ലാൻ മാത്രം വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. അത് ഫോളോ ചെയ്യുന്നതും അത് അതേപോലെ വഴി ഈ പറഞ്ഞ രീതിയിൽ കീപ്പ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് മാത്രമേ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഓർക്കുക, വെറുതെ കണ്ടന്റ് കൂടുതൽ പഠിച്ചു വെക്കുക എന്ന് പറയുന്ന അപ്പുറത്തേക്ക്, അതിൽ പറയുന്ന രീതിയിൽ ഞാൻ 500 പേജിന് പുസ്തകം പഠിച്ചു, ഇത്രയുള്ള കട്ടിയുള്ള പുസ്തകം പഠിച്ചു എന്നുള്ളതിലല്ല. നിങ്ങൾ എന്ത് പഠിച്ചിട്ട് എന്താണ് പരീക്ഷയ്ക്ക് വരുന്നതിലാണെന്ന് കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ടൈം വളരെ കുറവാണ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. ടൈം കൂടുതൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് പിന്നെ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ പഠിക്കാനും റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഉപകാരപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും താഴെ അറിയിക്കുക. ഓക്കെ, ഗുണകരമായാൽ. ഓക്കെ, താങ്ക് യു.